തൃശൂരിലെ കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. കുതിരാനിലെ ഇരട്ട തുരങ്ക മുഖത്തിന്റെ പടിഞ്ഞാറ് തുരങ്ക മുഖത്തിന് മുകളിലായാണ് മണ്ണിടിച്ചിലുണ്ടായത്. സ്ഥലത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. കുതിരാൻ തുരങ്കത്തിന്റെ മുകളിൽ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് രണ്ടിടത്താണ് മണ്ണിടിഞ്ഞത്. ഹൈവേ കൺട്രോൾ റൂമിലെ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കൂടുതൽ പരിശോധനകൾ നടത്തിവരികയാണെന്നും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. നിലവിൽ ഇവിടെ ഒത്തിരി ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ അൺനെസസറി ആയിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വീണാലും രണ്ട് റോഡ് സൈഡിലേക്ക് വീഴും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല. നടുക്കൊരു റോക്ക് ഒരു ടേബിൾ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടെന്നുള്ളതാണ് തീരുമാനം. കുതിരാൻ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തുള്ള വനപ്രദേശത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. തുരങ്കത്തിന്റെ മുകൾ തട്ടിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടിനിൽപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ പരിശോധന നടത്തിയത്. അത്തരത്തിൽ വെള്ളം കെട്ടിനിന്നാൽ വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുരങ്കത്തിന് മുകൾ ഭാഗത്തുള്ള വനത്തിലെ വിവിധ ദൃശ്യങ്ങൾ വനംവകുപ്പ് പകർത്തിയിട്ടുണ്ട്. ഇതും പരിശോധനാ വിധേയമാക്കും. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമൊന്നുമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി OJ ജനീഷ് പറഞ്ഞു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ മുകളിൽ കയറി പരിശോധന നടത്തിയതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി ജിയോടെക് എഞ്ചിനീയേഴ്സിന്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അവരുടെ കൂടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെയും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘത്തിന്റെയും പരിശോധനയിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടാൽ തുരങ്കത്തിൽ ഗതാഗത നിയന്ത്രണം അടക്കം നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ പഴയ കുതിരാൻ ദേശീയപാത തുറക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്കും അധികൃതർ കടക്കും. ജനം, തൃശൂർ.